ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി സേമിയാണ്. സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ആരോടും വിട്ടുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് അടിപൊളി സേമിയാണ്. അപ്പോൾ നമുക്ക് സേമിയ തയ്യാറാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഒരു സേമിയ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ഹോൾസിൻ്റെതാണിത്. ഇത് ഞാൻ അന്ന് പെരുന്നാൾക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ പെരുന്നാൾക്ക് ഇതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ പകുതി ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ആ പകുതി വെച്ചിട്ട് ഒരു സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നമുക്ക് അതിനകത്ത് ചെയ്യാം. ഇതിനെ നന്നായിട്ട് നുറുക്കിയിടണം. ചെറുതായിട്ട് നല്ലോണം നുറുക്കിയിടണം. ചെറുതായിട്ട് നുറുക്കിയിടണം. ഇത് ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ട് നന്നായിട്ട് വറക്കണം. നല്ലോണം വറക്കണം. എന്നാലാണ് ഇതിന് നല്ല കളറ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വറന്നിട്ടില്ലെങ്കിൽ ഒരുമാതിരി പശ പോലെയായിപ്പോവും. അതുകൊണ്ട് നമുക്കിതിനെ ചെറുതായിട്ട് നുറുക്കണം. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ ഞാനിവിടെ തേങ്ങ പടുക്കാൻ വേണ്ടിയിട്ട് 2 തേങ്ങ ഉരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നര മുറി ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 1.5 മുറി നമുക്ക് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉരിച്ചതാണ്. മഴയത്തെ തേങ്ങ കൊണ്ട് നല്ല പൊങ്ങലുണ്ട് തേങ്ങയിൽ. അപ്പോൾ ഇത് ചിരണ്ടിയിട്ട് 1.5 മുറി തേങ്ങ ചിരണ്ടിയിട്ട് അതിൻ്റെ പാലെടുക്കണം. അതിൻ്റെ പാലും പിന്നെ എന്ന് പറഞ്ഞാൽ 1 പാക്കറ്റ് പാൽ ഒഴിക്കണം. എന്നാലാണ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു 2 ഏലക്കായി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കിസ്മിസൊക്കെ ഇതിനാവശ്യമാണല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി സേമിയ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ചെറുതായിട്ട് നന്നായിട്ട് നുറുക്കിയിടുക. ഇത് ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് നുറുക്കിയിടാൻ വേണ്ടി വിഷമമാണ്. അതുകൊണ്ട് ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ഫോൺ വെച്ചതിന് ശേഷമാണ് 2 കൈ കൊണ്ട് നുറുക്കിയിടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തേങ്ങ ചിരണ്ടിയിട്ട് പാലെടുക്കണം. 1-ാം പാല് വേറെ 2-ാം പാല് വേറെ ആക്കിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനടുപ്പത്ത് വെച്ചിട്ട് അതായത് നല്ലോണം വറുത്ത് കോരണം. അപ്പോൾ ഞാൻ ഈ ഫോണിവിടെ വെച്ചിട്ട് ഈ സേമിയ ഒന്ന് നന്നായിട്ട് നുറുക്കിയിടട്ടെ. ഓക്കെ. അപ്പോൾ നമ്മൾ സേമിയ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സേമിയ പറഞ്ഞില്ല എല്ലാം നന്നായിട്ട് നല്ലോണം ചെറുതായിട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാം വലുതായിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാൽ ഇത് 1-ാം പാലാണ്. ഇത് 2-ാം പാലുമാണ്. 1-ാം പാലും 2-ാം പാലും വേറെ എടുത്ത് വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം പാൽ ഞാൻ ലാസ്റ്റേ ഒഴിക്കുള്ളൂ. ഇറക്കി വെക്കാനാകുമ്പോൾ ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അതിൻ്റെ പുറമെ ഒരു മിൽമേൻ്റെ ഒരു പാൽ കൊടുക്കുന്നുണ്ട്. അത് ഒഴിക്കണം. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കിസ്മിസ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, അതിൻ്റെ കൂടെ 2 ഏലക്കായി വെച്ചിട്ടുണ്ട്. ഇതും ചതച്ചിട്ട് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം ഇവിടെ ഏകദേശം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെമ്പെടുത്ത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇത് ഉണ്ടാക്കാം. അപ്പോൾ അത് കായുമ്പോൾ അതിനകത്ത് RKG ആണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. RKG ടൈറ്റാണ്. RKGനകത്ത് ഇട്ടിട്ടാണ് നമുക്കിതെല്ലാം ഒന്ന് വാട്ടിയെടുക്കേണ്ടത്. ഓയിൽ ചേർത്താൽ മോശമായിട്ടാണ് ഉണ്ടാകാൻ. അതുകൊണ്ട് നമുക്ക് RKG മാത്രം ചേർത്തിട്ട് തയ്യാറാക്കാം. ഇതിനകത്ത് ഞാൻ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ കൂടുതലുള്ളവരാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കിവിടെ നന്നായിട്ട് വറുത്ത് കോരണം. അണ്ടിപ്പരിപ്പ് നല്ലോണം വറുക്കണമല്ലോ. അതിന് ശേഷം നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി വേഗം വാടും. അണ്ടിപ്പരിപ്പ് വാടാൻ പ്രയാസമാണ്. അതായത് ഏകദേശം പൊട്ടുന്ന പരുവത്തിലാവണം അണ്ടിപ്പരിപ്പ്. അതിന് വേണ്ടിയിട്ടാണ്. ചെമ്പിൻ്റെ നടുവ് കുറച്ച് പൊന്തിയിട്ടാണുള്ളത്. അതുകൊണ്ട് ഇതുള്ള സാധനമുള്ള സൈഡിലാണ് ഉണ്ടാകാൻ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വറുത്തിട്ട്
അതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഈ മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരിയേക്കാൾ ടേസ്റ്റ് ഉണ്ടാകാൻ അണ്ടിപ്പരിപ്പാണ്. കാരണം എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് വായിന്ന് ചവക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതലായിട്ട് ഇട്ടോന്ന്. ഇത് മൊത്തം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഇതിനകത്തിട്ട് ഇളക്കി കൊടുക്കാം. ഏകദേശം ഇതായിട്ടുണ്ട് ഇടാം. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച സേമിയാണ്. സേമിയയും വറക്കേണ്ടതാണ്. ഈ സേമിയ ഇതിനകത്തിട്ട് കൊടുക്കാം. ഒരു പാക്കറ്റിൻ്റെ പകുതിയുണ്ട്. ഞാൻ പകുതി ആദ്യം എടുത്തതായതുകൊണ്ട് ബാക്കി പകുതിയുണ്ട്. അപ്പോൾ ഇത് മൊത്തം എല്ലാം ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് വറക്കണം. സേമിയ നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് വറുത്തതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാൻ പറ്റൂ. ഞാൻ നന്നായിട്ടൊന്ന് വറക്കട്ടെ. സേമിയ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് രണ്ടാം പാൽ ഒഴിക്കുക വേണ്ടത്. രണ്ടാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. രണ്ടാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് സൈഡിലുള്ളതെല്ലാം ഒന്ന് യോജിപ്പിച്ച് അടുപ്പിക്കണം. അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഈ ഏലക്കായ് കൂടി ഇപ്പോൾ ഈ സമയത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ടാം പാലും ഒരു പാക്കറ്റ് പാലും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് ആദ്യമേ ഒഴിച്ചതാണ്, കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. ഫോൺ കയ്യിലുള്ളതുകൊണ്ട് ഒഴിച്ചതിന് ശേഷമാണ് ലാസ്റ്റാണ് കാണിക്കുന്നത്. ഞാൻ ഒരു പാക്കറ്റ് പാലും രണ്ടാം പാലും കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് സേമിയ വേണം ഇതിൻ്റെ അകത്തുനിന്ന്. ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അതുവരേക്കും നല്ലോണം സേമിയ ഇതിൻ്റെ അകത്തുനിന്ന് വേട്ടെ. ഞാൻ ഇതിനകത്ത് ഇപ്പം തന്നെ പഞ്ചസാര ചേർക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചസാര ചേർക്കാണ്ട് കുറച്ച് ഉപ്പാക്ക് കോരിയെടുക്കണം. അതുകൊണ്ട് പഞ്ചസാര വയ്യേ ചേർക്കുള്ളൂ. നന്നായി തിളച്ച് കുറച്ച് കോരിയതിന് ശേഷം ഒന്നാം പാലും കൂടി ഒഴിച്ചിട്ട് കോരിയതിന് ശേഷം പഞ്ചസാര ഇടാം. നമ്മളെ സേമിയയുടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒന്നാം പാൽ ഞാൻ ഒഴിച്ചിട്ടില്ല, ലാസ്റ്റ് കേട്ടോ ഒന്നാം പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ നന്നായിട്ട് വേണം. നന്നായിട്ട് വറുത്തതായതുകൊണ്ട് വേകാനും സമയമെടുക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അതിന് മുമ്പേ കുറച്ച് കോരി വെക്കാനുണ്ട്. അത് നമ്മൾ ഒന്നാം പാലിടെ കിടക്കുന്നുണ്ട്, അത് ഒഴിച്ചിട്ടില്ല, അത് ഒഴിക്കണം. അതിന് മുമ്പേ ഉപ്പാക്ക് കുറച്ച് കുറണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഉപ്പാൻ്റെ പഞ്ചസാരയാണിത്. അപ്പോൾ ഇത് 2-3 ഗുളിക ഇട്ടതിന് ശേഷം ഉപ്പാക്ക് കുറച്ച് കോരി വെക്കണം. അതിനുശേഷം നമുക്ക് ഈ പാലും കൂടി, അതിനുശേഷം എല്ലാത്തിനും മുമ്പായിട്ട് തന്നെ ഈ പാൽ ചേർക്കണം. അപ്പോൾ എല്ലാം കൂടി കഴിഞ്ഞ് ഞാനൊന്ന് പഞ്ചസാര ചേർക്കാൻ പറ്റുള്ളൂ. പഞ്ചസാര ചേർത്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ നല്ല കട്ടിയിൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ശേഷം നേരം ഡ്രൈ ആകുന്നത് വരെ വെച്ച് കൊടുക്കാം. നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുടെ എല്ലാ പണിയും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഉപ്പാക്കെടുത്ത് വെച്ച പാത്രത്തിൻ്റെ അകത്ത് 4 ഗുളിക ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു 2 സ്പൂൺ കോരി വീത്തണം ഉപ്പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കക്ഷി മധുരം ഇടാണ്ട് കുടിക്കുന്ന ആളല്ല, എന്താണെങ്കിലും എന്തിനും മധുരം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2-3 സ്പൂണ് കോരി വയ്ക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് നന്ന ടൈറ്റായിപ്പോയി. അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ലൂസാക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. പെരുന്നാൾക്ക് ഉണ്ടാക്കിയത് നന്ന ടൈറ്റായിപ്പോയി. അപ്പോൾ കുറച്ചിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് എൻ്റെ സേമിയ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ഓക്കെ, ബായ്.